ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ക്രിസ്തീയ സഭകളും നേതൃത്വ സ്ഥാനത്തിലുള്ളവരും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലൊരു പട്ടണത്തിലൊരു സഭ സ്ഥാപിച്ചാൽ ആ ഗ്രാമത്തിലോ പട്ടണത്തിലോ ഉള്ള എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഒരു സഭ എങ്ങനെ ഉണ്ടാകുവാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മൾ ഇന്ന് കാണുന്ന സഭകളെല്ലാം സെഗ്രിഗേറ്റഡ് ആയിട്ടുള്ള സഭകളാണ്. സെഗ്രിഗേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വേർതിരിഞ്ഞ സഭകൾ, ഓരോ കൂട്ടരുടെ സഭ, ഓരോ ജാതിയുടെ സഭ, ഓരോ സാമ്പത്തിക നിലവാരം അനുസരിച്ചുള്ള സഭ, അല്ലെങ്കിൽ സാമ്പത്തികം കുറഞ്ഞവരുടെ സഭ, അല്ലെങ്കിൽ ഉയർന്നവരുടെ സഭ, താണവരുടെ സഭ, കറുത്തവരുടെ സഭ, വെളുത്തവരുടെ സഭ, ഓരോ ദേശത്തിൻ്റെ റേസ് അനുസരിച്ച സഭ, ഓരോ ജാതിക്കും പ്രത്യേക സഭകൾ. അങ്ങനെ വരുമ്പോൾ നാം സമൂഹത്തിന് എന്ത് മാതൃകയാണ് കാണിക്കുന്നത്, മാതൃകയാണ് വയ്ക്കുന്നത്? കാരണം യേശുക്രിസ്തുവിൻ്റെ സഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്ലീഷ്യ എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉളവായിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം, കോൾഡ് ഔട്ട് പീപ്പിൾ ഫ്രം ദ വേൾഡ്, ദൈവത്തെ സേവിക്കാൻ വേണ്ടി വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമെന്നാണ്. അപ്പോൾ ഈ വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം ഒരു പർട്ടിക്കുലർ സെക്ടർ ഓഫ് പീപ്പിൾ മാത്രമാകുമ്പോൾ ദൈവത്തിൻ്റെ സഭ എന്ന് ദൈവം ഉദ്ദേശിക്കുന്നില്ല, യേശുക്രിസ്തു ഉദ്ദേശിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ഗ്രാമത്തിൽ ഒരു 100 അല്ലെങ്കിൽ ഒരു 10 തരത്തിലുള്ള ജാതികളുണ്ടെന്ന് വിചാരിക്കുക. ഈ 10 തരത്തിലുള്ള ജാതികളെയും നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന സഭയായിരിക്കണം ആ ഗ്രാമത്തിൽ നാം പണിയപ്പെടുന്നത്. അങ്ങനെയുള്ള സഭയ്ക്ക് മാത്രമേ, അതാണ് ദൈവത്തിൻ്റെ സഭ, ദൈവം ഉദ്ദേശിക്കുന്ന സഭ. അപ്പോൾ അതിന് എന്താണ് വഴി, കാരണം എന്താണ് അതിനുള്ള തടസ്സങ്ങൾ, ഇതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. അതിന് പല തടസ്സങ്ങളുണ്ട്. ഒന്ന്, ഈ സഭയുടെ വേർതിരിവ്, ഉപദേശ സംബന്ധമായ വേർതിരിവുകളുണ്ട്. ഇപ്പോൾ കാത്തലിക് സഭ എടുക്കുകയാണെങ്കിൽ അവിടെ ഉപദേശത്തിൻ്റെ പേരിൽ ലിറ്റിൽ ബിറ്റ് വ്യത്യാസങ്ങളുള്ള പല സഭകളുണ്ട്. അതുപോലെ തന്നെ നിറത്തിൻ്റെ വ്യത്യാസത്തിലുള്ള സഭകളുണ്ട്. ലത്തീൻ കത്തോലിക്കർ, അല്ലെങ്കിൽ റോമൻ കത്തോലിക്കർ, ലാറ്റിൻ കത്തോലിക്കർ, അല്ലെങ്കിൽ സിറിയൻ കത്തോലിക്കർ എന്ന് പറയുന്ന സഭകൾ. അതെല്ലാം നിറത്തിൻ്റെയും സാമ്പത്തിക നിലവാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വേർതിരിക്കപ്പെട്ടിട്ടുള്ള ജാതിയുടെ അടിസ്ഥാനത്തിൽ. അതുപോലെ തന്നെ ഇപ്പോൾ യാക്കോബ സഭ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കുന്ന സഭയാണ്. മർത്തമ സഭ കുറച്ചുകൂടെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കുന്ന സഭയാണ്. CSI സഭ, അതുപോലെ രക്ഷാസൈന്യം, പെന്തക്കോസ്ത് സഭകൾ, ഇതെല്ലാം ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കുമ്പോൾ തന്നെ അതിൽ തന്നെ വേർതിരിവ് ഉണ്ടാകുക എന്നുള്ളതാണ്. സഭയിൽ തന്നെ വേർതിരിവ് ഉണ്ടാകുക. പെന്തക്കോസ്ത് സഭകളാണെങ്കിൽ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കുന്നവരുണ്ട്. ഏകദൈവ വിശ്വാസത്തിൽ നിൽക്കുന്ന പെന്തക്കോസ്ത് സഭകളുണ്ട്. തൃത്വവിശ്വാസത്തിൽ നിൽക്കുന്ന ദൈവസഭകളുണ്ട്. ഇതിൽ തന്നെ തൃത്വവിശ്വാസത്തിൽ നിൽക്കുന്ന സഭയായിരുന്നാലും ഏകത്വ ഉപദേശത്തിൽ നിൽക്കുന്ന സഭയായിരുന്നാലും അവിടെയും നിറത്തിൻ്റെയും ജാതിയുടെയും പേരിൽ സഭകൾ ഭിന്നിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ നിറത്തിൻ്റെ പേരിൽ സഭ ഭിന്നിച്ചാൽ നാം സമൂഹത്തിന് എന്ത് മാതൃകയാണ് കാണിക്കുന്നുള്ളതാണ്. ഒരു പ്രത്യേകമായുള്ള ആൾക്കാരുടെ മാത്രം സഭ, ഫോർ എക്സാമ്പിൾ സുറിയാനിയുടെ മാത്രം സഭ, അല്ലെങ്കിൽ ലത്തീൻ്റെ മാത്രം സഭ, അല്ലെങ്കിൽ ചേരമരുടെ അല്ലെങ്കിൽ പുലയരായിരിക്കുന്നവർ കൂടുന്ന സഭ, അല്ലെങ്കിൽ സാമ്പോരുടെ സഭ, അല്ലെങ്കിൽ സിത്തനരുടെ സഭ, അല്ലെങ്കിൽ മലയോരങ്ങളിൽ താമസിക്കുന്ന ആദിവാസികളുടെ സഭ, അതുപോലുള്ള വേർതിരിവുകൾ. പിന്നെ സമ്പത്തിൻ്റെ വെളിച്ചത്തിൽ വേർതിരിവ് ഉണ്ട്. അത് സമ്പത്തിയുള്ളവരുടെ സഭ, സമ്പത്തില്ലാത്തവരുടെ സഭ, അങ്ങനെയും വേർതിരിവ് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പെന്തക്കോസ്ത് സഭകളുടെ എടുക്കുകയാണെങ്കിൽ കനാനയക്കാർക്ക് പ്രത്യേക സഭ. ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള സഭയാണോ ദൈവം ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്.
അപ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന സഭ എല്ലാവരും ഉൾക്കൊള്ളുന്ന. അപ്പോൾ നമുക്ക് യേശുക്രിസ്തു ലോകത്തിലേക്ക് നമ്മുടെ ദൈവം ഒരാളേ ഉള്ളൂ, സർവ്വത്തെ സൃഷ്ടിച്ചവൻ. അവൻ സർവ്വത്തിൻ്റെയും ഉടയവനാണ്, എല്ലാവരുടെയും സൃഷ്ടാവാണ്. അതുപോലെ തന്നെ ദൈവം തന്നെ ലോകത്തിലേക്ക് കടന്നു വന്ന് യേശുക്രിസ്തു മരിച്ചത് സകല മനുഷ്യർക്കും വേണ്ടിയാണ്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ മരിച്ചടക്കപ്പെട്ട് ഉയർന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് പോയതിനു ശേഷം പരിശുദ്ധാത്മാവിനെ നൽകിയത് എല്ലാവർക്കും വേണ്ടിയാണ്. അതുപോലെ തന്നെ തൻ്റെ ഉപദേശം, തൻ്റെ സന്ദേശം, സുവിശേഷം എന്നുള്ളത് എല്ലാവർക്കും വേണ്ടിയാണ്, സകല ജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ തൻ്റെ വിശുദ്ധ ഭേദപുസ്തകം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതുപോലെ സഭ എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കും, എല്ലാ സകല മനുഷ്യർക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കുന്ന കർത്താവ് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാവരും എൻ്റെ സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അപ്പോൾ സഭ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതുപോലെ തന്നെ സ്വർഗം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അപ്പോൾ സ്വർഗത്തിൽ ഇതുപോലെ വേർതിരിവുണ്ടോ എന്ന് നമുക്ക് സംശയം വരും. ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരാൾ എഴുതിയിരിക്കുന്നു, കറുത്തവരുടെ സ്വർഗം, വെളുത്തവരുടെ സ്വർഗം, ഉയർന്നവരുടെ സ്വർഗം, താണവരുടെ സ്വർഗം, ഇങ്ങനെ വേർതിരിച്ച് സ്വർഗമുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, സ്വർഗസ്നായ പിതാവേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലുമാകണമേ. സ്വർഗത്തിൽ എന്തായിരിക്കുന്നു അത് ഭൂമിയിലാകുന്നത് എങ്ങനെയാണ്? ദൈവസഭയിൽ കൂടെയാണ്, ദൈവരാജ്യത്തിൽ കൂടെയാണ്. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് ലോകത്തിൽ നിന്ന് ജനത്തെ രക്ഷിക്കപ്പെട്ട് ദൈവരാജ്യത്തെ കൊണ്ടുവന്നിരിക്കുക. അത് ദൈവരാജ്യം ഈ ഭൂമിയിൽ തന്നെയാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, അത് നമ്മൾ തന്നെയാണ്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ നിന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ദൈവരാജ്യം ഭക്ഷണമോ പാനീയമോ അല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ തകരാറെന്ന് പറയുന്നത് സംസ്കാരങ്ങൾ തമ്മിൽ യോജിക്കാൻ പറ്റുന്നില്ല. ഒരിക്കൽ എൻ്റെ പിതാവ് അതുപോലെ തന്നെ ചർച്ച് ഓഫ് ഗോഡ് രണ്ടായ സമയത്ത് പെന്തക്കോസ്റ്റ് സഭ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഡിവിഷനും സ്റ്റേറ്റുമായി വേർതിരിച്ചപ്പോൾ എൻ്റെ പിതാവും എൻ്റെ ഫാദറും വൈപ്പാപ്പച്ചൻ എന്ന് പറയുന്ന ചർച്ച് ഓഫ് ഗോഡിലൊരു പാസ്റ്ററുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. വൈപ്പാപ്പച്ചൻ പാസ്റ്ററോട് ചോദിച്ചു, ഇങ്ങനെ എന്താണ് നിങ്ങളുടെ സഭ ഇങ്ങനെ വേർതിരിയാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ഞങ്ങളുടെ സിറിയൻ ക്രിസ്ത്യൻസ് പെട്ട ആൾക്കാർ വർഷങ്ങളായിട്ട് അവർ ദൈവത്തെ സേവിക്കുന്നവരാണ്, അവരുടെ തലമുറയായിട്ട്. അപ്പോൾ വർഷങ്ങളായിട്ട് സേവിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടൊരു അടുക്കും ചിട്ടയുമുണ്ട്, ഒരു സംസ്കാരമുണ്ട്, കൃത്യമായ സഭയിൽ പോവുക. അപ്പം കാത്തലിക്സ് ആണെങ്കിൽ പോലും വെളുപ്പിനെ കുർബാനയ്ക്ക് അവർ പോകും, അതുപോലെ തന്നെ സൺഡേ സ്കൂളിൽ പോകും, ദൈവിക ആരാധനകൾ സംബന്ധിക്കും, പ്രാർത്ഥനയിൽ അവർ സംബന്ധിക്കും, അതുപോലെ തന്നെ ദൈവത്തെക്കുറിച്ചുള്ള ഭയം അവർക്കുണ്ട്. പക്ഷേ ഇതര ജാതിയിൽ നിന്ന് വന്നിരിക്കുന്ന അല്ല കൺവേർട്ടറായിട്ടുള്ള മറ്റുള്ള ജാതിയിൽ നിന്ന്, താണ ജാതിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള സമുദായങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വരുന്നവർ അവർക്ക് ഇങ്ങനെ ഈ ക്രിസ്തീയ പാരമ്പര്യം ഇല്ലാത്തത് കൊണ്ട് അവരുടെ സംസ്കാരങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ സംസ്കാരങ്ങൾ തമ്മിൽ യോജിച്ച് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അവരുടെ അപ്പോൾ അതാണ് പിന്നെ എൻ്റെ പിതാവിനോട് വൈപ്പാപ്പച്ചൻ പാസ്റ്റർ പറഞ്ഞത്. എൻ്റെ പിതാവ് ഒരു പാസ്റ്റർ ആയിരുന്നുകൊണ്ട് വീട്ടിൽ വന്ന് ഇക്കാര്യം ഡിസ്കസ് ചെയ്തു. അപ്പം അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ്, അത് വളരെ കാര്യമായൊരു കാര്യമാണ്. കാരണം താണജാതിയിൽപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ പുലയിൽ നിന്നോ പറയിൽ നിന്നോ ഉള്ളാരിൽ നിന്നോ വേട്ടവരിൽ നിന്നോ അല്ലെങ്കിൽ കുറവരിൽ നിന്നോ അല്ലെങ്കിൽ അരയിൽ നിന്നോ അല്ലെങ്കിൽ മുക്കവരിൽ നിന്നോ ഒക്കെ രക്ഷിക്കപ്പെട്ട് കടന്നു വരുമ്പോൾ അവരുടെ സംസ്കാരത്തിന് അവരുടെ ആ സംസ്കാരവും ഒരു ഉന്നത കുലജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ സിറിയൻ ക്രിസ്ത്യൻ എന്ന് പറയുന്ന പാരമ്പരാഗതമായിട്ട് ഒരു സംസ്കാരമുള്ള ക്രിസ്തീയ പാരമ്പര്യമുള്ളവരാണ്, അവരുമായിട്ട് യോജിച്ച് പോകാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾ വേർതിരിഞ്ഞ് നിൽക്കുന്നതെന്ന് പറയാനിട്ടിടയായിത്തീർന്നു. കാരണം അത് എൻ്റെ ഫാദർ പറഞ്ഞത് യാഥാർത്ഥ്യമായൊരു കാര്യമാണ്. കാരണം ഇങ്ങനെ ഈ രണ്ട് കൾച്ചർ തമ്മിൽ യോജിച്ച് പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തെന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ യാഥാർത്ഥ്യമല്ലേ എന്ന് എൻ്റെ ഫാദർ വീട്ടിൽ വന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടിടയായിത്തീർന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ എൻ്റെ ഡീപ്പ് സ്റ്റഡിയിൽ ഞാൻ ചെറുപ്പം മുതൽ കാലത്ത് എന്തുകൊണ്ടാണ് ഒരു സഭയിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതെന്ന് ചിന്തിച്ചപ്പോൾ അതിന് പല കാരണങ്ങൾ
എനിക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇത് സാധിക്കാതിരിക്കുന്നത്, എല്ലാവരും ഉൾക്കൊള്ളുന്ന സഭ കൊണ്ടുപോകാൻ കഴിയാതിരിക്കുന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ ഒരു പ്രത്യേക ചില കാര്യങ്ങൾ വശങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. കാരണം ഒന്ന്, നമുക്ക് കർത്താവിൻ്റെ മനസ്സുള്ള, യഥാർത്ഥത്തിൽ കർത്താവിന് കേൾക്കുകയും കർത്താവിനോട് സംസാരിക്കുകയും കർത്താവിന് കേൾക്കുകയും ചെയ്യുന്ന ഹൃദയമുള്ള വേലക്കാർ നമുക്കില്ല എന്നുള്ളതാണ് ഒരാമത്തെ കാര്യം. ഈ ബൈബിൾ കോളേജ് സെമിനാരിയിലൊക്കെ 3-4 വർഷം പഠിച്ച് അല്ലെങ്കിൽ PhD എടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്വഭാവം അവർക്കുണ്ടാകുന്നില്ല. പൗലോസ്ലീഹായെ എന്ന് പറയുന്നത് തനിക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും തൻ്റെ സ്വഭാവം രൂപീകരിക്കപ്പെട്ടത് കർത്താവിൻ്റെ പ്രത്യേകമായ ട്രെയിനിൽ കൂടെ. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ എടുക്കുകയാണെങ്കിൽ അബ്രഹാമിനെക്കുറിച്ച്, യോസെഫിനെക്കുറിച്ച്, ഇവരെയൊക്കെ കർത്താവ് ട്രെയിൻ ചെയ്തെടുത്തതാണ്. പല വിധത്തിലുള്ള ട്രെയിനിങ്ങിൽ കൂടെ തൻ്റെ വീട്ടിലെ റിജക്ഷൻ, പൊട്ടക്കിണൻ്റെ അനുഭവം, പൊത്തിപ്പേറിൻ്റെ അനുഭവം, കാരാഗ്രഹത്തിൻ്റെ അനുഭവം, ഈ അനുഭവത്തിൽ കൂടെ തന്നെ ട്രെയിൻ ചെയ്ത് ദൈവ സ്വഭാവമുള്ളവനാക്കി മാറ്റി എന്നുള്ളതാണ്. അതാണ് ഫറവോൻ്റെ കൊട്ടാരത്തിൽ ഫറവോൻ്റെ അടുക്കൽ വരുമ്പോൾ ഫറവോൻ തന്നെ പറയുന്നത് പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയെ നമുക്ക് ഇവിടെ ലഭിക്കും എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഇതുപോലുള്ളൊരു വ്യക്തിയെ നമുക്ക് ലോകത്തിൽ എവിടെ ലഭിക്കും? അപ്പോൾ പരിശുദ്ധാത്മാവ് തന്നിൽ വസിക്കുകയായിരുന്നു. ഈ കാലഘട്ടങ്ങളിലെല്ലാം ദൈവം തന്നെ തൻ്റെ സ്വഭാവത്തിന് അനുരൂപമായിരിക്കുന്ന ഒരു വ്യക്തിയാക്കി യോസഫിനെ രൂപാന്തരപ്പെടുത്തിയെടുക്കുകയായിരുന്നു. അപ്പം ഇങ്ങനെ രൂപാന്തരപ്പെടുത്തിയെടുത്ത, അതുപോലെ തന്നെ മോശയുടെ കാര്യം എടുത്താൽ തനിക്ക് 20 ലക്ഷം പുരുഷന്മാരടങ്ങുന്ന ഒരു വലിയ സമൂഹത്തെ നയിക്കാനായിട്ട് അടിമകളായിരിക്കുന്ന 400 വർഷം ഒരടിമകളാണ്. ഈ 430 സംവത്സരം അടിമകളായിരിക്കുന്ന ഈ ജനത്തെ വിടുവിച്ചെടുക്കണമെങ്കിൽ വലിയ പാടാണ്. സാധാരണ ആൾക്കാരെ കൊണ്ട് സാധ്യമല്ല. കാരണം ഞാനിനി അടുത്ത മെസ്സേജുകളൊക്കെ പറയാൻ പോകുന്നത് എന്താണ് ഈ സംസ്കാരങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ്. അടിമകളായി വർഷങ്ങൾ ജീവിച്ച ആൾക്കാരുടെ സംസ്കാരവും അടിമകളല്ലാതെ ജീവിച്ച ആൾക്കാരുടെ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു സംസ്കാരത്തിൽ ജീവിച്ച, അല്ലെങ്കിൽ ഒരു ചില സാമ്പത്തിക നിലവാരവും സംസ്കാരത്തിൽ ജീവിച്ച ആൾക്കാരും അതല്ലാതെ അടിമപ്പണി ചെയ്ത് ജീവിച്ച ആൾക്കാരും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് അടുത്ത പ്രാവശ്യം ഞാൻ മെസ്സേജിൽ കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അടുത്ത വീഡിയോയിൽ കൂടെ ഞാൻ സംസാരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ മോശയെ സംബന്ധിച്ചോളം ഈ ഇസ്രായേൽ മക്കൾ 430 സംവത്സരം അടിമകളായിരുന്നുകൊണ്ട് അവർ സ്റ്റബേണാണ്. അവർ മാത്രമല്ല റിബല്യസാണ്. അവർക്ക് ഒരു ഹോപ്പുമില്ല. ഇനി അവർ അഭിവൃദ്ധി പ്രാപിക്കുമെന്നോ, അവർ രക്ഷപ്പെടുമെന്നോ, അവർ ഒരു കനാൻ ദേശമുണ്ടെന്നോ അവിടെ പോയി രക്ഷപ്പെടാൻ പറ്റുമെന്നോ ഒന്നും അവരുടെ ഹോപ്പെല്ലാം നഷ്ടപ്പെട്ടു. 400 വർഷം കഴിഞ്ഞപ്പോൾ സകല ഹോപ്പും നഷ്ടപ്പെട്ടു. അപ്പോൾ അവരുടെ സംസ്കാരം എന്ന് പറയുന്നത് ഒരു ഇടുങ്ങിയ സംസ്കാരമാണ്. എന്ന് പറഞ്ഞാൽ ഒരു സപ്രസ് സംസ്കാരമാണ്, ഒരു സ്ലേവറി സംസ്കാരമാണ്. അപ്പോൾ അടിമത്തത്തിൽ വളരെ വർഷങ്ങൾ ഞെരുക്കിയ മനുഷ്യരെ സംബന്ധിച്ചോളം അവർക്ക് എന്താ അടിമത്തിൻ്റെ പ്രത്യേകത? അടിമത്തിൻ്റെ പ്രത്യേകത അവർക്ക് രാവിലെ ജോലിക്ക് പോയാൽ വൈകുന്നേരം വരാൻ പറ്റുള്ളൂ, അടി കൊള്ളണം, ടാസ്ക് മാസ്റ്റേഴ്സ് അവരെ ഉപദ്രവിക്കും, ചിലപ്പം മെറ്റീരിയൽസ് ഒന്നും കൊടുക്കാതെ തന്നെ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പണി കഴിപ്പിക്കും. വെറും മൃഗത്തെ പോലെയാണ് അവരെ കാണുന്നത്. ന്യായമായ കൂലിയില്ല, ന്യായമായിട്ടുള്ള ജീവിത സൗകര്യമില്ല, ശുചിത്വത്തിനുള്ള സൗകര്യങ്ങളില്ല. രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ചിലപ്പോൾ രാവിലെ 7 മണിക്ക് പോയാൽ വൈകുന്നേരം 7 മണിക്കായിരിക്കും വരുന്നത്. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, പിന്നെ ശുചിത്വമോ കുളിക്കാനുള്ള സമയം കാണത്തില്ല, ശുചിത്വം കാണത്തില്ല. കാരണം ഇവരെ ഊഴിയവേലക്കാരാക്കി മാറ്റിയിരിക്കുക. കാരണം ഇവർ ഊഴിയവേല ചെയ്യുന്നത്, അടിമപ്പണിയാണ് ചെയ്യുന്നത്. അവർക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല. വിദ്യാഭ്യാസം, അവരുടെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം ചെയ്യാനുള്ള സൗകര്യമില്ല. അടുത്ത തലമുറയിൽ ഈ കുഞ്ഞുങ്ങൾ അടിമപ്പണി തന്നെ ചെയ്യണം. അതാണ് അതിൻ്റെ വ്യവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ജനമെന്ന് പറഞ്ഞാൽ അവർക്ക് സംസ്കാരമില്ല, ശുചിത്വമില്ല, വിദ്യാഭ്യാസമില്ല, സ്റ്റബേണാണ്. അവർക്ക് പറഞ്ഞാൽ കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ അടിച്ചമർത്തി വെച്ചിരിക്കുക. അപ്പോൾ അവരുടെ സ്വഭാവം തന്നെ കഠിനമായിപ്പോയി. ഹൃദയം കഠിനമായി, അടിമത്തത്തിൻ്റെ സ്വഭാവത്തിൽ ഹൃദയം കഠിനമായിപ്പോയി. മറ്റൊന്നും ചിന്തിക്കാൻ സമയമില്ല. അല്ല സംസ്കാരം വേണമെന്നോ വിദ്യാഭ്യാസം വേണമെന്നോ ഉയരണമോ എന്നുള്ള ഒരു കോപ്പെല്ലാം 400 വർഷം കൊണ്ട് നഷ്ടപ്പെട്ടു. ഇതാണ് അടിമത്ത സ്വഭാവത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ജനവും അടിമകളല്ലാതെ ജീവിക്കുന്ന ജനവും തമ്മിൽ ഒന്നിച്ചു പോകുക എന്ന് പറയുന്നത് വളരെ പാടാണ്. അതിനാണ് മോശയെപ്പോലുള്ള നേതാക്കന്മാരെ കൊണ്ട് മാത്രമേ അവരെ നയിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും മോശയോടും ദൈവത്തോടും യഹോവയോടും പിറുപിറുത്തു അവർ.
നിസ്സാര കാര്യം മതി അവർക്ക് പിറുപിറുക്കാൻ. അത്ഭുതം കണ്ടാലും അടയാളം കണ്ടാലും ഒന്നും അവർക്ക് തൃപ്തിയല്ല. അവർ പറയുന്നത് ഞങ്ങൾ ഇസ്രായേലിലേക്ക് തന്നെ പോയിക്കൊള്ളാം, അവിടെ ചറുകുപ്പ, ജീരകം, ചിറ്റുള്ളി ഇതെല്ലാം മതി, ഞങ്ങൾക്ക് അത് അടി കിട്ടിയാലും കുഴപ്പമില്ല, അവിടെ ഞങ്ങൾക്ക് ജീവിക്കാമല്ലോ. ഇവിടെ എന്തിനാ ഈ മരുഭൂമി ഞങ്ങൾ വെയിലും കൊണ്ട് നടക്കുന്നത്? അപ്പോൾ അവർ റിബലിയസായി പുറകോട്ട് പോകണമെന്നാണ് പറയുന്നത്. ഒരിക്കൽ കർത്താവ് പറഞ്ഞു, യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ ഇവനെ നശിപ്പിക്കാൻ പോവുകയാണ്, നിന്നെയും നിൻ്റെ തലമുറയും ഞാൻ അനുഗ്രഹിക്കും, അവരെ കനാൻ ദേശത്ത് കൊണ്ടുപോകും. മോശ ഇടിവിൽ നിന്നാണ് പറയുന്നത്. മോശ ഇടിവിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച്, കർത്താവെ നീ അത് ചെയ്യരുത്. ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തിയെ മാത്രമേ ഒരു നേതാവാക്കി ഈ അടിമകളെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഈ സഭാരൂപീകരണം ഉണ്ടാക്കിയെടുത്തത്? 40 വർഷം താൻ ഫറവോൻ്റെ മകനായി ജീവിച്ചു, സുഖലോലുപനായി ജീവിച്ചു, തനിക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചു. എന്നാൽ അവിടെ തനിക്കത് വേണമായിരുന്നു. കാരണം അവസാനം ഫറവോനെ തന്നെ ഫേസ് ചെയ്യണമെങ്കിൽ, അവരോട് ചെന്ന് ധൈര്യമായിട്ട് സംസാരിക്കണമെങ്കിൽ, ഫറവോൻ്റെ കൊട്ടാരത്തിൽ ചെല്ലണമെങ്കിൽ അവിടെ അതിനെക്കുറിച്ച് ചില അറിവുള്ള വ്യക്തി മാത്രമേ അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. അവരുടെ ഭാഷ അറിയാവുന്ന വ്യക്തിക്ക് മാത്രമേ അവിടെ ചെല്ലാൻ പറ്റത്തുള്ളൂ. അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം രൂപമുള്ള വ്യക്തിക്ക് മാത്രമേ അവിടെ ചെല്ലാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് 40 വർഷം അവിടുത്തെ ഒരു മകനായി ജീവിക്കുക എന്നുള്ളത് ദൈവത്തിന് ഉദ്ദേശമായിരുന്നു. അതിൽ കൂടെ മോശെ ദൈവം പല കാര്യങ്ങളും പഠിപ്പിച്ചു. പക്ഷേ 40 വർഷം യിത്രോവിൻ്റെ ആടിനെ മേയ്ക്കാൻ, സ്വന്തം അമ്മായിപ്പൻ്റെ ആടിനെ മേയിച്ചുകൊണ്ട് മരുഭൂമി കഴിയാം എന്ന് പറയുമ്പോൾ യാതൊരു സുഖസൗകര്യവും ഫറവോൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന പോലെ ഇല്ല. സുഖലോലുപനായി ജീവിച്ച ഒരു വ്യക്തി ഉടനെ തന്നെ ഒരു ആടിനെ മേയ്ക്കുന്ന ആട്ടിടയനായി മാറുക. വെയിലും മഴയും ചൂടും സഹിച്ചുകൊണ്ട്, മിദ്യാൻ എന്ന് പറയുന്നത് ഒരു 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 ആഫ്രിക്കൻ ദേശമാണ്, അവിടെ താൻ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ കഷ്ടപ്പാടിൽ കൂടെ ദൈവം തന്നെ ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവനായി മാറ്റുക. ക്ഷമാശീലം, സഹിഷ്ണുത, ദീർഘക്ഷമ. കർത്താവ് തന്നെ പറഞ്ഞല്ലോ മോശയെക്കുറിച്ച്, മോശയെ പോലെ സഹിഷ്ണുതയുള്ളൊരു മനുഷ്യനെ ലോകത്തിലൊരിക്കലും കണ്ടിട്ടില്ലെന്ന്. വിത്ത് മീക്നെസ്, മോസസ് വാസ് എ മാൻ ഓഫ് ഫുൾ ഓഫ് മീക്നെസ്. സോ അതൊക്കെ എവിടെ നിന്നാണ് ലഭിച്ചത്? ദൈവത്തിൻ്റെ ട്രെയിനിങ്ങിൽ കൂടെയാണ്. അത് ബൈബിൾ കോളേജിൽ സെമിനാരിൽ നിന്ന് കിട്ടുന്നതല്ല. അപ്പോൾ ദൈവം ചില വ്യക്തികളെ വലിയവരാക്കി മാറ്റും, വലിയൊരു ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തികൾക്ക് ദൈവം തന്നെ ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് മോശയെ നേതാവാക്കി. ആ മോശയ്ക്ക് മാത്രമേ ഇസ്രായേൽ മക്കളെ നയിക്കാൻ പറ്റുള്ളൂ, വേറെ ആരും നയിച്ചാൽ പറ്റത്തില്ല. ഇന്നത്തെ ബൈബിൾ കോളേജും സെമിനാരിയും പഠിച്ച് PhD ഒക്കെ എടുത്തവരാണെങ്കിൽ പറയും, നീ പോയി വല്ല പണി വല്ലതും നോക്കടാവേ, നിങ്ങൾ നീ പോകും, നീ പോകും, എനിക്ക് നിന്നെ കൊണ്ട് നടത്താൻ പറ്റത്തില്ല. അതാണ് ഇന്നത്തെ വേലക്കാരുടെ കുഴപ്പം. അവർക്ക് കംഫർട്ട് സോണാണ്, അവർക്ക് താഴേക്കടയിലേക്ക് എന്ന് ഇവരെ ഉയർത്തണമെന്നുള്ള ചിന്തയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രമേ സഭ നടത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള വേലക്കാരെ വാർത്തെടുത്ത് അങ്ങനെയുള്ളവരെ നമ്മൾ ഈ സഭയുടെ നേതൃത്വത്തിലാക്കിയെങ്കിൽ മാത്രമേ എല്ലാവർക്കും ഒരു വിലയേറി. കർത്താവ് പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില സകല മുഴുലോകത്തെക്കാളും വിലയേറിയത്. അങ്ങനെയാണെങ്കിൽ ഉയർന്നവൻ്റെ ആത്മാവിൻ്റെ വിലയും അടിമയുടെ ആത്മാവിൻ്റെ വിലയും ഒരുപോലല്ലേ കർത്താവിന്? അപ്പോൾ ഒരു വേലക്കാരനെ സംബന്ധിച്ചോളം ആ വ്യക്തി ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനാണെങ്കിൽ അങ്ങനെയാണ് കാണുന്ന മനുഷ്യനെക്കുറിച്ച്. താണവനായിരുന്നാലും ഉയർന്നവനായിരുന്നാലും ഇവർ കർത്താവിൻ്റെ സൃഷ്ടിയാണെന്നും കർത്താവ് ഇവരെ ഒരു വിലയേറിയ ആത്മാവുള്ള വ്യക്തിയായിട്ടാണ് കാണുന്നത് മനസ്സിലാക്കി അവരെ സ്നേഹിക്കാനും അവരെ ഉയർത്താനും അവരുടെ പോരായ്മകൾ പരിഹരിക്കാനും പറ്റുന്ന രീതിയിലുള്ള നേതൃത്വം വേണം. അതിന് ഇന്നത്തെ ബൈബിൾ കോളേജ് സെമിനാരി കൊണ്ടൊന്നും സാധ്യമല്ല. അതുകൊണ്ടാണ് ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത്, ബൈബിൾ കോളേജ് സെമിനാരി, പുതിയ ബൈബിൾ കോളേജ് സെമിനാരികൾ സ്റ്റാർട്ട് ചെയ്ത് വ്യക്തികളെ എങ്ങനെ മനുഷ്യനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, മനുഷ്യ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാക്കി, നേതാക്കന്മാരെ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാക്കി മാറ്റുക, അവരെ പ്രാർത്ഥനാവീരന്മാരാക്കി മാറ്റുക, ദൈവമായിട്ട് സംസാരിക്കുകയും ദൈവത്തിന് കേൾക്കുകയും ചെയ്യുന്ന വിശുദ്ധന്മാരാക്കി മാറ്റുക. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ജനത്തെ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അതാണ് ഇന്നത്തെ സഭയുടെ പോരായ്മ. യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ മനസ്സുള്ള വേലക്കാരില്ല എന്നുള്ളതാണ്. മോശയെപ്പോലുള്ള വേലക്കാർ, യോശുവയെപ്പോലുള്ള വേലക്കാർ, ജോസഫിനുള്ള വേലക്കാരില്ല എന്നുള്ളതാണ്. അതാണ് എൻ്റെ കാര്യം. പൗലൂസിനെ പോലുള്ള വേലക്കാർ, പൗലൂസിനെ ദൈവം എങ്ങനെയാണ് വാർത്തെടുത്തത്? തനിക്ക് വിദ്യാഭ്യാസമുണ്ട്, പണമുണ്ട്, കുടുംബശ്രേഷ്ഠതയുണ്ട്, പക്ഷേ ദൈവം തന്നെ സീറോയിലേക്ക് കൊണ്ടുപോയി. തൻ്റെ സകല പ്രൗഢിയും തൻ്റെ സകല അഹങ്കാരവും മാറി ദൈവത്തിൻ്റെ ഹൃദയമുള്ളവനാക്കി അപ്പോസ്തലനായ പൗലോസിനെ കർത്താവ് മാറ്റി. എങ്ങനെയാണ്?
സെക്കൻഡ് കൊരിന്ത്യൻസ് 4, സെക്കൻഡ് കൊരിന്ത്യൻസ് 6, സെക്കൻഡ് കൊരിന്ത്യൻ 11. അതുപോലെ തന്നെ പൗലോസ്ലീഹായ്ക്ക് അവസാനം ഒരു ശൂലം കൊടുത്തു, തോൺ ഇൻ ദ ഫ്ലഷ്. അതും 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, മാറ്റി കൊടുത്തില്ല. ഇങ്ങനെ എൻ്റെ കൃപ നിനക്ക് മതിയെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയെല്ലാം എന്തുകൊണ്ടാണ്? വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ച് പോകാതിരിക്കേണ്ടതിന് വേണ്ടിയാണെന്ന് പൗലോസിന് തന്നെ അറിയാമായിരുന്നു. അല്ലെങ്കിൽ നിഗളിക്കും. കാരണം ഇന്നത്തെ ചില ആൾക്കാരൊക്കെ പറയുന്നത്, ചില ഉന്നത കുലജാതന്മാരായിരിക്കുന്ന വ്യക്തികൾ സഭയിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ഇന്ന ജാതിപ്പെട്ടവനാണ്, ഞാൻ ഇന്ന കുടുംബമാണ്, ഇന്ന വർഗമാണ് എന്ന് പറഞ്ഞാൽ അവരുടെ അത് പ്രൊജക്റ്റ് ചെയ്ത് അവർ കാണിക്കുക. അത് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഒരു പ്രാവശ്യം പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാ വേദികളിലും ഞങ്ങൾ ഇന്ന ആളാണ് എന്ന് കാണിക്കുക. കാരണം ഞങ്ങൾ സമൂഹത്തിൽ സാധാരണക്കാരനല്ല, ഒരു താണ വ്യക്തിയല്ല, ഞാൻ ഉയർന്ന വ്യക്തിയാണെന്ന് പറഞ്ഞ് കാണിക്കുക. അപ്പം പൗലോസ്ലീഹ പറയുന്നത് ക്രിസ്തു നിമിത്തം ഞാനെല്ലാം ഛേദവം നേടി. ഗലാത്യയിലെ 20-ാം വാക്യത്തിൽ പറയുന്നത് ഐ എം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്, നെവർദലെസ് ഐ ലീവ് ബട്ട് ക്രൈസ്റ്റ് ലീവത്ത് ഇൻ മീ. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവനാക്കി മാറ്റിയെടുക്കാൻ ദൈവം ചെയ്ത പ്രക്രിയ നിങ്ങൾ വായിച്ചു നോക്കണം. 1 കൊരിന്ത്യൻ 2 കൊരിന്ത്യൻ 4 താൻ സഹിച്ച വ്യതകൾ, 2 കൊരിന്ത്യൻ 6, 2 കൊരിന്ത്യൻ 11, ഇവിടെയെല്ലാം തൻ്റെ ത്യാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കള്ളസഹോദരന്മാരുടെ ആപത്ത്, കടലിലെ ആപത്ത്, പലവട്ടം പട്ടിണി, ഉറക്കളപ്പ്, നഗ്നത, എല്ലാം കള്ളസഹോദരന്മാരുടെ ആപത്ത്, അകത്ത് യുദ്ധം, പുറത്ത് യുദ്ധം, മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള വഴിയിൽ കൂടെ ദൈവം കൊണ്ടുപോയി പൗലോസ്ലീഹായെ ഒരു നല്ല ദൈവമനുഷ്യനാക്കി മാറ്റി. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവസഭയെ നടത്താൻ പറ്റത്തുള്ളൂ, എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട്. അല്ലെങ്കിൽ ഒരു ജാതിയുടെ സഭ കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ. കാരണം ഈ വേലക്കാർ തന്നെ ജാതി വ്യത്യാസം നടത്താൻ സഭയിൽ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു താണൻ വന്നു കഴിഞ്ഞാൽ അവന് ചില പണം ഉണ്ടാവില്ല, അവനെ നമ്മൾ കൂട്ടിക്കൊണ്ട് വന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? പണമുള്ളവനും ഇച്ചിരി കുടുംബശ്രേഷ്ഠയുള്ളവനും കടന്നു വന്നാൽ വല്ല കിട്ടപ്പോരുണ്ടല്ലോ എന്നുള്ള. അപ്പം വേലക്കാർ തന്നെ ജാതീയമായ ചിന്തകൾ സഭയിലേക്ക് കൊണ്ടുവരാനായിട്ട് ജനങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്, ഉള്ള വിശ്വാസികളെ. അപ്പം ഇത് സഭയിൽ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ദൈവസഭയ്ക്ക് അടിമുടി ചില വ്യത്യാസങ്ങളും അത് പ്രധാനപ്പെട്ടതായിട്ട് അവിടെ സംഭവിക്കുന്നത്, ഒന്ന്, ദൈവത്തിൻ്റെ ഹൃദയമുള്ള വേലക്കാർ വേണം, പ്രാർത്ഥനാ വീരന്മാർ വേണം, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ വേണം. അവർക്ക് മാത്രമേ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും വലിയൊരു ആത്മാവുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അവിടെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ മാത്രമേ ഈ മനുഷ്യനെ ഡിസേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ന് നമ്മൾ ഡിവിഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ മനുഷ്യനെ ഡിവൈഡ് ചെയ്യുന്നത്, സമ്പത്തുള്ളവനാരാ, വിദ്യാഭ്യാസം ഉള്ളവനാരാ, കുടുംബശ്രേഷ്ഠതയുള്ളവനാരാ, അല്ലെങ്കിൽ സമൂഹത്തിൽ ശ്രേഷ്ഠതയുള്ളവനാരാ, ഇങ്ങനെ മാത്രമേ, അല്ലെങ്കിൽ താണവരാരാ, ഉയർന്നവനാരാ, ഇത് മാത്രമേ നമുക്കിന്ന് വേർതിരിക്കാൻ അറിയത്തുള്ളൂ. നമുക്ക് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ചെന്നിട്ട് അവനെ ആത്മീയനാക്കി അവനെ മാറ്റിയെടുക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള പറ്റിയ ആത്മീയ വേലക്കാർ നമുക്കില്ല. ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ദാവീദിനെ രാജാവായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ഇശായിയുടെ വീട്ടിലേക്ക് ശൗലിനെ തൈലക്കൊമ്പുമായിട്ട് അയച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ശമൂവേലിനെ തൈലക്കൊമ്പുമായിട്ട് അയക്കുമ്പോൾ അവിടെ 7 മക്കളെ മാത്രമേ ഈ ഇശായിയുടെ വീട്ടിൽ വിളിച്ചിട്ടുള്ളൂ, ജെസ്സിയുടെ വീട്ടിൽ. കാരണം ഇശായിയുടെ 8 മക്കളിൽ ഒരുവനെ വിളിച്ചിട്ടില്ല. അതാരാ? ദാവീദ്. കാരണം എന്താ വിളിക്കാത്തത്? ഈ രാജവാഴ്ചയ്ക്ക് സുഖമനും അല്ലെങ്കിൽ ആരോഗ്യ ദൃഢഗാത്രനും ഹൈറ്റും വെയിറ്റും ഉള്ളവനും ആയിരിക്കണം എന്ന് പൊതുവെ നമ്മൾ തീരുമാനിച്ചിരിക്കുക. ഇത്ര പേഴ്സണാലിറ്റി ഉള്ളവനും ഇത്ര കഴിവുള്ളവനും വിദ്യാഭ്യാസം ഉള്ളവനും ആയിരിക്കണം നമ്മൾ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ദാവീദിനെ വിളിക്കാൻ. ദാവീദിന് ഈ യോഗ്യതയൊന്നുമില്ല. ദാവീദ് ആട്ടിടയനാ. തനിക്ക് ഈ പറയപ്പെടുന്ന ഈ ചേട്ടന്മാരുടെ ക്വാളിഫിക്കേഷനൊന്നുമില്ല, പട്ടാളത്തിലെ അഭ്യാസനം അറിയത്തില്ല. അപ്പോൾ താനൊരു ആട്ടിടയനായതുകൊണ്ട് തന്നെ നെഗ്ലക്റ്റ് ചെയ്തിരിക്കുക. ഏറ്റവും ചീപ്പസ്റ്റ് ജോബ് ഇൻ ദ സൊസൈറ്റി എന്നുള്ളതാണ്. അപ്പോൾ താനെ രാജാവാക്കാൻ യാതൊരു യോഗ്യതയുമില്ല. ഇതാണ് മനുഷ്യൻ്റെ നോട്ടം. അതാണ് ശമൂവേൽ പ്രവാചകനോട് കർത്താവ് പറയുന്നത്, പരിശുദ്ധാത്മാവ് പറയുന്നത്,
നീ പുറമേ ഉള്ളത് നോക്കരുത്. മനുഷ്യനോ പുറമേ ഉള്ളത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ ശോധന ചെയ്യുന്നു. ഹൃദയങ്ങളെ ശോധന ചെയ്യാൻ കഴിയുന്ന ദൈവാത്മാവുള്ള വേലക്കാർ വേണം. എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു പണക്കാരനായിരിക്കുന്ന ഒരു വ്യക്തി വന്നു, അല്ലെങ്കിൽ ഒരു വിദ്യാസമ്പന്നനായിരിക്കുന്ന വ്യക്തി സഭയിൽ കടന്നു വന്നു, ഒരു പാവപ്പെട്ടവൻ കടന്നു വന്നു, അല്ലെങ്കിൽ താണ ജാതിയിൽപ്പെട്ടവൻ കടന്നു വന്നു, ഉയർന്ന ജാതിയിൽപ്പെട്ടവൻ കടന്നു വന്നു. ഇതിൽ ആരാണ് ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ കഴിയുന്ന വ്യക്തിയാണ്? ദൈവം ഈ വ്യക്തിയെ വാർത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ദൈവാത്മാവുള്ളൊരു നേതാവിന് മാത്രമേ പറ്റത്തുള്ളൂ. അവിടെയാണ് ശമൂവേൽ അവിടെ നിർത്തി, യാഗ പരിപാടിയെല്ലാം നിർത്തി. മകൻ ഇനി 7 പേരും ശമൂവേലിൻ്റെ അടുക്കൽ കൂടെ കടന്നുപോയി. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇവരാരും ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ലെന്ന്. ഇന്നുള്ള തിരഞ്ഞെടുപ്പല്ല ഇങ്ങനെയാണ്. പുറമേയുള്ള നമ്മൾ കാഴ്ചയാണ്. നല്ല വീട്, നല്ല പണം, നല്ല ഉദ്യോഗം, സമൂഹത്തിൽ സ്ഥാനം, നല്ല പേഴ്സണാലിറ്റി, നല്ല കുടുംബശ്രേഷ്ഠത. അപ്പം ഇതിന് പറ്റാത്ത ഒരാൾക്കാരും എന്നാൽ താഴേക്കിടലുള്ളവരോ അല്ലെങ്കിൽ ഒരു നീച കുടുംബത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ പറഞ്ഞാൽ താണ ജാതിയിൽപ്പെട്ടവരോ ഒന്നും നമ്മുടെ സഭയിൽ വേണ്ട എന്നുള്ളതാണ്. അപ്പം അതിലും ചിലപ്പോൾ ദൈവം ഒരു വ്യക്തിയെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കണ്ടിട്ടുണ്ടെങ്കിലോ, ചിലപ്പോൾ ഒരു വലിയ ദർശനത്തോടുകൂടി വലിയൊരു ദൈവിക പുരുഷനാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഈ പ്രീ കൺസീഡ് ഐഡിയാസ് എല്ലാം മാറണം. നമ്മുടെ ഈ ജാതീയ ചിന്തകൾ മാറണം. നമ്മുടെ ആ ജഡിക ചിന്തകൾ മാറണം. എങ്കിൽ മാത്രമേ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന വ്യക്തി ഇന്ന ജാതിയിൽപ്പെട്ടവനായിരുന്നാലും അവൻ താണജാതിയിൽപ്പെട്ടവനായിരുന്നാലും അവൻ ദൈവത്തിന് ഉപയോഗപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അവനെ നമുക്ക് വാർത്തെടുക്കണമെന്നുള്ള ചിന്ത വേണമെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സുള്ള വ്യക്തിക്ക് മാത്രമേ കഴിയുള്ളൂ. പരിശുദ്ധാത്മാനം നടത്തപ്പെടുന്ന വ്യക്തിക്ക് മാത്രമേ കഴിയുള്ളൂ. അല്ലാത്തൊരു വ്യക്തിക്ക് സാധിക്കത്തില്ല. അതാണ് നമ്മുടെ സഭയ്ക്ക് പറ്റിയ. അതാണ് ഞാൻ പറഞ്ഞത്, യഥാർത്ഥ ക്രിസ്തുവിൻ്റെ മനസ്സുള്ള വേലക്കാരില്ല എന്നുള്ളതാണ്. നമുക്ക് സ്കോളേഴ്സ് ഉണ്ട്, ചിലപ്പോൾ കോളേജ് പഠിപ്പിക്കുന്ന ലെക്ചേഴ്സ് പോലെ അവർ MA-യും PhD-യും ഒക്കെ പഠിച്ചവരല്ലേ കോളേജ് പഠിപ്പിക്കുന്നത്. സ്കൂളിൽ പഠിപ്പിക്കുന്നവർ MA-യും B.Ed കഴിഞ്ഞതിന് ശേഷം പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മളിവിടെ പഠിപ്പിക്കാനായിട്ട് സ്കോളേഴ്സിനെ ആക്കുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ ഹെഡ് നോളജ് ഉള്ളവരെ ആക്കുന്നത്. ദൈവമായിട്ട് യാതൊരു കണക്ഷനുള്ളവരെ അല്ല നമ്മൾ പാസ്റ്റർമാരായിട്ട് അവതരിപ്പിക്കുന്നത്. കാരണം ഇപ്പം നമ്മൾ അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഒരു ഘടകമാണ്. കാരണം ഇങ്ങനെയുള്ള വ്യക്തികളെ കൊണ്ട് സഭ നടത്തിയാൽ ഒരു സെക്ടേറിയൻ അല്ലെങ്കിൽ ഒരു സെഗ്രിഗേറ്റഡ് സഭയ്ക്ക് അവർ കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. വേലക്കാരും അങ്ങനെയാണ് നോക്കുന്നത്. കാരണം അവർക്ക് പണം കിട്ടണം, അവർക്ക് ശമ്പളം കിട്ടണം, അവർക്ക് പാവപ്പെട്ടവനെ കൊണ്ട് നടന്നാൽ എങ്ങനെ സഭ മുന്നോട്ട് പോകാൻ കഴിയും? അതാണ് അവിടെ നോക്കുന്നത്. മാത്രമല്ല, അപ്പോൾ അതൊരു ഘടകമാണ്. യഥാർത്ഥ വേലക്കാരില്ല എന്നുള്ളതാണ്. യഥാർത്ഥ കർത്താവിൻ്റെ മനസ്സുള്ള വേലക്കാർ നമുക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അതുകൊണ്ടാണ് അവർക്ക് ഒരു പാവപ്പെട്ടവനെ കണ്ടാൽ പാവപ്പെട്ടവനായി മാത്രമേ കണക്കാക്കുന്നുള്ളൂ. അവനെ ഒരു ദൈവത്തിലാക്കി വാർത്തെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ അതിലൊരു വ്യക്തിയെ, എല്ലാവരുമല്ല, അതിലൊരു വ്യക്തിയെ ദൈവത്തിൻ്റെ പ്രയോജനമുള്ളവനാണ്, അവനെ നമുക്ക് വാർത്തെടുക്കണമെന്ന് ഉള്ള മനസ്സ് നമുക്കുണ്ടാകുന്നില്ല. ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാകുന്നില്ല. ഫിലിപ്പിയർ 2:5 പറയുന്നത് ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഭാവമില്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ശമൂവേൽ പ്രവാചകൻ പറഞ്ഞത്, അവനെ വരുത്തിയിട്ടല്ലാതെ ഇനി യാഗത്തിൻ്റെ പ്രൊസീഡിങ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം ദാവീദിനെ വരുത്തി. ദാവീദിനെ ദൈവം പറഞ്ഞു, ഇവനാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു വ്യക്തിയുടെ ഗുണം. ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു പ്രവാചകൻ്റെ അല്ല ഒരു പാസ്റ്ററിൻ്റെ ഗുണം. ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തി ആരാണെന്ന് കണ്ടുപിടിക്കുക. യേശുക്രിസ്തു ലോകത്തിലായിരുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരാക്കി വാർത്തെടുക്കാനായിട്ട് എന്തുകൊണ്ടാണ് താൻ സ്കോളേഴ്സിനെ കണ്ടുപിടിക്കാഞ്ഞത്? എന്തുകൊണ്ടാണ് താൻ PhDസിനെ കണ്ടുപിടിക്കുക? എന്തുകൊണ്ടാണ് സാദുസീസ് ആൻഡ് ഫാറസീസ് അവർ സ്കോളേഴ്സ് അല്ലേ? അവരെ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുക്കാഞ്ഞത്? ഈസി അല്ലേ? അവരെ കൂടുതൽ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തുകൊണ്ടാണ് ഗലീല കടൽ കൂടെ പോയി മുക്കോന്മാരിൽ 4 പേരെ തിരഞ്ഞെടുത്തത് ആദ്യമായിട്ട്? എന്തുകൊണ്ടാണത്? അതിൻ്റെ കാരണം എന്താ? കാരണം ദൈവത്തിന് യശയാപ്രവചനം 12:1-2 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്പിരിറ്റ് ഓഫ് വിസ്ഡം, സ്പിരിറ്റ് ഓഫ് ജ്ഞാനത്തിൻ്റെയും വിവേചനത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെ ആത്മാവ്, യഹോഭക്തിയുടെയും പരിജ്ഞാനത്തിൻ്റെ ആത്മാവ് തന്നിലുണ്ടായിരുന്നു. താൻ ദൈവമാണെങ്കിലും മനുഷ്യൻ എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ വ്യാപരിച്ചു. തനിക്ക് ഡിസേൺമെൻ്റ് ഉണ്ട്, തനിക്ക് വിഷ്ടമുണ്ട്, ദൈവിക ജ്ഞാനമുണ്ട്, ആരാണെന്നുള്ളത് ഡിസേൺ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ മുക്കോന്മാരുടെ ഇടയിൽ നിന്ന് ഒരു 4 പേര് ദൈവത്തിന് കൊള്ളാവുന്നവരാണ്, അവരെ എനിക്ക് വാർത്തെടുത്ത് ദൈവത്തിൻ്റെ സഭയുടെ നേതാക്കന്മാരാക്കാൻ കഴിയുമെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു ദൈവ മനുഷ്യനാണ് ഈ യേശുക്രിസ്തു ആ ഗലീലാക്കടലിൽ കൂടെ നടന്നപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അല്ലാതെ പുറമേ നോക്കി, പേഴ്സണാലിറ്റി നോക്കി, എഡ്യൂക്കേഷൻ നോക്കി, നല്ല വീട് നോക്കി കണ്ടുപിടിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ക്രിസ്തീയ പ്രസ്ഥാനം. ക്രിസ്ത്യൻ നേതാക്കന്മാരെ കണ്ടുപിടിക്കുന്നത് ഇവിടെയാണ് നമ്മൾ ലാക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്നത്തെ സഭയെക്കൊണ്ടും ഇന്നത്തെ നേതാക്കന്മാരെ കൊണ്ടും ഒരു ഉണർവുണ്ടാകുവാനോ യഥാർത്ഥ സഭ ലോകത്തിൽ പണിയുവാനോ കഴിയുകയില്ല.
ഞാൻ പറയുന്നത് എല്ലാ പാവപ്പെട്ടവരും ദൈവത്താൽ വിളിക്കപ്പെട്ടവരും ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതാണ് ഞാൻ പറയുന്നില്ല. എല്ലാ പണക്കാരുമാണെന്ന് പറയുന്നില്ല, എല്ലാ ഉയർന്നവരുമാണെന്ന് പറയുന്നില്ല, എല്ലാവരും താണവരുമാണെന്ന് പറയുന്നില്ല. അതിൽ തന്നെ ദൈവത്തിന് പ്രയോജനമുള്ളവരെ കണ്ടുപിടിക്കണമെങ്കിൽ ദൈവപുരുഷന്മാരായിരിക്കണം, ദൈവ മനുഷ്യന്മാരായിരിക്കണം, ദൈവ വേലക്കാരായിരിക്കണം, ദൈവത്തിൻ്റെ ഹൃദയമുള്ളവരായിരിക്കണം, പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടവരായിരിക്കണം. അവിടെയാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ അതാണ് ഒരു കാര്യം. യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ മനസ്സുള്ള വേലക്കാർ നമുക്കില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്, അതുപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, യേശു ക്രിസ്തു കണ്ടുപിടിച്ച ശിഷ്യന്മാരിൽ നമുക്ക് കാണാനായിട്ട് ചുങ്കക്കാരൻ ആയിരിക്കുന്ന മത്തായി, അതുപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എല്ലാവരും തന്നെ സാധാരണക്കാരായിരുന്നു. അവരെല്ലാം ശിഷ്യന്മാരാക്കി വാർത്തെടുത്തത്. സാദുസീസോ ഫാറസീസിനെ ഒന്നും തിരഞ്ഞെടുത്തില്ല, സദൂക്യരെ ഒന്നും തിരഞ്ഞെടുത്തില്ല, സ്ക്രൈബ്സിനെ ഒന്നും തിരഞ്ഞെടുത്തില്ല. കാരണം അവരെല്ലാം സമൂഹത്തിലെ ഉന്നത ശ്രേണിയിൽപ്പെട്ട ഒരു പ്രീസ്റ്റിനെയും തിരഞ്ഞെടുത്തില്ല. അവിടെ അന്ന് ഉണ്ടായിരുന്ന ഒരു പുരോഹിതന്മാരെയും തിരഞ്ഞെടുത്തില്ല ശിഷ്യന്മാരാക്കി. ഉള്ളവരെയാണ് തിരഞ്ഞെടുത്തത്. ഞാൻ പലപ്പോഴും ചിന്തിക്കും, കർത്താവിൻ്റെ പരശുശ്രൂഷ കാലത്ത് താൻ പലപ്പോഴും സാധാരണക്കാരോട് ഇടപെടുന്നത്, സാധാരണക്കാരുടെ ഇടയിലാണ് സുവിശേഷം അറിയിക്കുന്നത്. കർത്താവ് പലപ്പോഴും പറഞ്ഞു, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. സാധാരണക്കാരുടെ ഇടയിലേക്കാണ് കടന്നു വന്നത്. അതാണ് യഹൂദന്മാർ പറഞ്ഞത്. ശാസ്ത്രിമാരും പരിശുദ്ധന്മാരും പറഞ്ഞു, ഇവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷണം കഴിക്കുന്നു. ഗ്ലട്ടണസ്, ഈസ് എ ഗ്ലട്ടൺ, ഈസ് എ വൈൻ ബൈബർ. ഇതാ പറഞ്ഞത്, ഇവൻ കുടിയനും തീയനുമാണ്, ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷണം കഴിക്കുന്നവൻ. കാരണം സാധാരണക്കാരുടെ കൂടെ, വ്യഭിചാരികളോടുകൂടെ, അവരെ രക്ഷിക്കാൻ വേണ്ടി ശമരിയയിലേക്ക് കടന്നുപോയി 5 ഭർത്താക്കന്മാരുണ്ട്, ഇപ്പോഴുള്ളവനോ ഭർത്താവല്ല, അങ്ങനെയുള്ളൊരു സ്ത്രീയെ കണ്ടുപിടിച്ച് അവളെ ഒരു മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന് ശമരിയ പട്ടണത്തിൽ സുവിശേഷം അറിയിക്കാൻ വാർത്തെടുത്തെന്ന് പറയുമ്പോൾ, അവളെ തിരഞ്ഞെടുത്തെന്ന് പറയുമ്പോൾ എന്തൊരു സെലക്ഷനായത്. അപ്പോൾ ഇന്നത്തെ സുവിശേഷ പ്രവർത്തനം, ഇന്നത്തെ സഭകൾ, കാത്തലിക് സഭ മുതൽ പെന്തക്കോസ്ത് സഭ വരെയും ശരിയായിട്ടൊരു ഉണർവിനെ, അതുകൊണ്ടാണ് ഇന്ത്യയിൽ 2000 വർഷമായിട്ടും നമ്മൾ ചിന്തിച്ചു നോക്കിയ 2000 വർഷമായിട്ടും 2% പോലും യഥാർത്ഥ ക്രിസ്ത്യാനികളില്ല. ഇൻക്ലൂഡിങ് കാത്തലിക്സ് ഉൾപ്പെടെ മേ ബി 10% കാണും. 2% മാത്രം കാണും യഥാർത്ഥ ദൈവമക്കളായി ജീവിക്കുന്നവർ. ബാക്കിയെല്ലാം നാമതേ ക്രിസ്ത്യാനികളാണ്, പേരിന് വേണ്ടി ജീവിക്കുന്നവരാണ്. ഇതൊന്നും പഠിപ്പിക്കുകയോ ഇതൊന്നും നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഗ്രാമത്തിലുള്ള സഭ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിലുള്ള സകല മനുഷ്യരെയും എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും? നമ്മൾ പഠിക്കേണ്ടത്, ബൈബിൾ കോളേജ് പഠിപ്പിക്കേണ്ടത് ഇവരുടെ സംസ്കാരങ്ങൾ പഠിക്കണം. ഇനി അടുത്ത് ഞാൻ സംസാരിക്കാൻ പോകുന്നത്, ഇന്നത്തെ ഞാൻ മെസ്സേജ് നിർത്തുകയാണ്, അടുത്ത് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഓരോ ജാതിയുടെ സംസ്കാരങ്ങളെക്കുറിച്ച്. എങ്ങനെ അവർ സഭയിലേക്ക് കടന്നു വരുമ്പോൾ അവരെ നമുക്ക് എങ്ങനെ റിപ്പയർ ചെയ്യാൻ പറ്റും, അവരുടെ പോരായ്മകൾ എന്താണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ പറയാൻ പോകുന്നത് എല്ലാ ജാതിയെക്കുറിച്ചാണ്. ഓക്കെ, സുറിയാനി ക്രിസ്ത്യാനി മുതൽ ലത്തീൻ കത്തോലിക്കർ മുതൽ മുക്കോന്മാർ മുതൽ ഈഴവർ, അല്ലെങ്കിൽ നായർ, ബ്രാഹ്മണർ, അല്ലെങ്കിൽ അടിമകളായി ജീവിച്ച ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, പുലയർ, പറയർ, ഉള്ളാടർ, വേട്ടവർ, ആദിവാസികൾ, അരയർ, ഇങ്ങനെയുള്ള സമൂഹങ്ങളുടെ സംസ്കാരം എന്താണ്, ഇവരെ നമുക്ക് എങ്ങനെ റിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഒരു അനാലിസിസ് ഞാൻ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിന് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്? അതുകൊണ്ടാണ് കർത്താവിനോട് പറഞ്ഞത് 3 റിസോഴ്സസ് നമുക്ക് ആവശ്യമാണ്. നമുക്ക് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ, നമുക്ക് സ്വർഗത്തിലെ സകല ആത്മീയനിക്കണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലാതെ നടക്കത്തില്ല. എനിക്കോ നിങ്ങൾക്കോ ആരെയും റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു താണവനെയും ഒരു ഉയർന്നവനെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാനോ അവനെ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാക്കി മാറ്റാൻ നമുക്ക് കഴിയില്ല. നമുക്ക് നമ്മളെ ടീച്ച് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുള്ള സഭകൾ വേണം. അതുപോലെ തന്നെ ക്രിസ്തുവിന് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാർ വേണം. അവർ ദൈവത്തോട് സംസാരിക്കുന്ന ദൈവത്തിൽ കേൾക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷേ അവരുടെ സ്വഭാവത്തിനൊന്നും വ്യത്യാസം വരുന്നില്ല. അതൊന്നും ശരിയായ ദൈവാത്മാന നടത്തപ്പെടുന്ന പ്രാർത്ഥനയല്ല എന്നാണ് ഞാൻ പറയുന്നത്. അവർ പ്രാർത്ഥിക്കുന്നുണ്ടാവും, പക്ഷേ അവരുടെ സ്വഭാവത്തിന് വ്യത്യാസമല്ല. ഇതുപോലുള്ള വർഗീയ വ്യത്യാസമോ കുലീന വ്യത്യാസമോ ജലസിയോ മറ്റുള്ളവരെ ഉയർത്തണമോ എന്നുള്ള ചിന്തയോ. കർത്താവിൻ്റെ മനസ്സ് അവിടെ നമ്മൾ 113 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ എളിയവനെ കുപ്പയിൽ നിന്ന് ഉയർത്തി, അവൻ എളിയവനെ കുപ്പയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും എളിവനെ പൂഴിയിൽ നിന്നും ഉയർത്തുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവരെ അവരെ ഭൂമിയിലെ പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുന്ന അവരെ ഉയർത്തുക മാത്രമല്ല, അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുപോവുകയാണ്.
അതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. ഈ സ്വഭാവമുള്ള ദൈവവേലക്കാർ വേണം നമുക്ക്. അതാണ് കർത്താവിൻ്റെ സ്വഭാവം. അങ്ങനെയാണല്ലോ, കർത്താവ് ഉയരത്തിലിരുന്നവൻ താഴേക്ക് വന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി താഴേക്ക് കടന്നു വന്നു, ഒന്നുമില്ലായ്മയിലേക്ക് കടന്നു വന്നു. സകലം സൃഷ്ടിച്ച ദൈവമാണ് ഇവിടെ താഴേക്ക് കടന്നു വന്നത്. മുക്കന്മാരുടെ കൂടെ തിരഞ്ഞെടുത്തത്, ചുങ്കാരോടും പാവലോടും ഭക്ഷണം കഴിക്കുന്നത്. ഇതാണ് ക്രിസ്തീയ സ്വഭാവം. ഈ സ്വഭാവം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കിന്ന് യഥാർത്ഥത്തിൽ ഒരു ഉണർവ് നമ്മുടെ ഇടയിൽ ഉണ്ടാകാൻ കഴിയാതിരിക്കുന്നത്. ഇനി അടുത്ത സന്ദേശത്തിൽ ഞാൻ എങ്ങനെയാണ് ഇത്, ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. അടുത്ത സന്ദേശത്തിൽ കൂടെ ഇത് പറയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.